Hi, hello, namaskaram. This is Umesh. Welcome to Gods and Fragrances. Today we are going to talk about from the house of Carolina Herrera, Bad Boy Cobalt Elixir. This is actually a really nice perfume. Actually, this is, I wouldn't say nice, but this could be very polarizing. Either you like it or you'll hate it. Carolina Herrera, New York. The New York actually Carolina Herrera. She was from Venezuela and then started her company in New York. പക്ഷെ ഇപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത് പൂച്ച് അങ്ങനെ ഒരു കമ്പനിയാണ്. ദേ ആർ ഫ്രം സ്പെയിൻ. ആ ഒരു സ്പാനിഷ് കമ്പനി. ആക്ച്വലി ദേ ഓൺ എ ലോട്ട് ഓഫ് ഫ്രാഗ്രൻസസ്. ഐ തിങ്ക് ഐ ഷുഡ് ടോക്ക് അബൌട്ട് ദം മേ ബി ഇൻ അനദർ വീഡിയോ. ബട്ട് എനിവേ ദിസ് ഈസ് ബാഡ് ബോയ് ഫ്രം ദ ഹൗസ് ഓഫ് കാരോലിന ഹെറേറ കോബോൾട്ട് എലിക്സർ. ഇതൊരു അടിപൊളി എന്താ പറയുന്ന ഒരു എങ്ങനെ പറയുന്നതിനെ പറ്റി ഒരു സ്ട്രോങ് പെർഫ്യൂം. ഇതൊരു വിൻ്റർ പെർഫ്യൂമാണ്. നല്ല അടിപൊളി വിൻ്റർ പെർഫ്യൂം തന്നെ പറയാം. ഇഫ് യു ലൈക്ക് ഒരു ഫ്രഷ് സ്പൈസി വുഡി എർത്തി ആ ടൈപ്പ് അടിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ബ്ലാക്ക് പെപ്പർ സേജ്. അതിൽ ബ്ലാക്ക് പെപ്പർ നല്ല രീതിയിൽ നമുക്കറിയും. നല്ല പ്രോപ്പറായിട്ട് ആ ബ്ലാക്ക് പെപ്പർ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറും. ആഹാ, ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്പം പെപ്പറി പ്ലസ് ആ സേജ് അറിയാൻ പറ്റും. പക്ഷെ ഒരു ഇൻസെൻസി ടൈപ്പ് ഓഫ് ബ്ലാക്ക് പെപ്പർ സ്മെല്ല് പറയത്തില്ല. അതായത് ബ്ലാക്ക് പെപ്പർ നമ്മളിങ്ങനെ കത്തിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കത്തിക്കുന്നൊരു സേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അതിലോട്ട് ബ്ലാക്ക് പെപ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനത്തെ സ്മെല്ലാണോ അതുപോലെ ഒരു കരിഞ്ഞ സ്മെല്ലും കൂടെ ചേർത്തിട്ട് വരുന്നത്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് യുണീക്ക്. ആൻഡ് ദിസ് ഫ്രേഗ്രൻസ് കാരോലിന ഹെറേറ ഈ ഫ്രേഗ്രൻസ് ഇനിഷ്യലി ഞാൻ ആദ്യം അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ദ ആറ്റമൈസർ അതെനിക്ക് ആദ്യം അടിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അതായത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇത് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഐ മീൻ ഒരു 2-3 അടിച്ചു കഴിഞ്ഞാൽ ഈസ് ഇനഫ് ഐ ഗസ്. നല്ല രീതിയിൽ നമുക്ക് ആ സ്മെല്ലെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ദ തിങ് ഈസ് ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതെല്ലാവർക്കും പറ്റിയൊരു പെർഫ്യൂം അല്ല. യു വിൽ എയ്തർ ലൈക്ക് ഇറ്റ് ഓർ യു വിൽ ഹേറ്റ് ഇറ്റ് എന്ന് പറയുന്ന ടൈപ്പില്ലേ, അതാണ്. ആൻഡ് ഈ ഇവരുടെ കോബോൾട്ട് ഒറിജിനലി നിന്ന് ആ പ്ലമ്മിൻ്റെ സ്മെല്ലൊന്നും ഇതിൽ കിട്ടത്തില്ല. അത് കുറച്ചുകൂടെ എന്താ പറയണം, ഒരു ടോൺ ഡൗൺ വെർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനമാണ്. ലൈക്ക് ഇഫ് ഐ വുഡൻറ്റ് ഈവൻ റെക്കമെൻഡ് ദിസ് ഫോർ കോളേജ് ഗോയിങ് ആൾക്കാർക്ക് യൂസ് ചെയ്യാം. ബട്ട് കോളേജിൽ അടിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ദിസ് ഈസ് ഫോർ സം ഈവനിങ് ഔട്ടിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ഡേറ്റ്. പക്ഷേ either she will love this perfume or she will hate this perfume. പിന്നെ ലാസ്റ്റിംഗ് ആക്ച്വലി അത്യാവശ്യം ഡീസൻറ്റ് ലാസ്റ്റിംഗ് ഉണ്ട്. ഒരു 4-5 hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൺ സ്കിൻ 3 to 4 hours ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിൽ. ആൻഡ് ആക്ച്വലി ഡ്രൈ ഡൗണിൽ കുറേ കൂടെ ബെറ്റർ സ്മെൽസ്, അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കുറച്ചുകൂടെ എന്താ പറയുക, ടോൺ ഡൗൺ ഫീൽ വരും. ഇനിഷ്യലി അടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾ അടുത്ത് വരുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു പെപ്പർ നോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടും. ആ സേജ് പെപ്പർ മിക്സ് ആയിട്ടുള്ള നോട്ട് നല്ല രീതിയിൽ കിട്ടും. ആൻഡ് ആദ്യം ഇഷ്ടപ്പെടത്തില്ല, ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എനിക്ക്. ആൻഡ് ആദ്യം ഞാൻ കുറച്ച് നോസ് ബ്ലൈൻഡ് ആയി പോയെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു, കാരണം ആ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറിട്ട്. ബട്ട് നൗ ഐ തിങ്ക് ഐ എം യൂസ് ടു ദിസ് സ്മെൽ ഫോർ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഞാൻ അടിച്ചടിച്ച്. ആൻഡ് ഇവൻച്വലി ഐ ലൈക്ക് ഇറ്റ്. മൈ ഇനിഷ്യൽ ഇംപ്രഷൻ വാസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം ഭയങ്കര സ്പൈസി പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഫ്രഷ് സ്പൈസി അല്ലെന്നുണ്ടെങ്കിൽ ഒരു എർത്തി വുഡി ടോൺ അതിൻ്റെ അകത്ത് വരുന്നത്, അതെല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് ഇനിഷ്യലി ഒരു അത്ര നല്ലൊരു ഇത് വന്നിട്ടില്ല. ബട്ട് ദ തിങ് ഈസ് ഇതൊരു 5000 റേഞ്ചിൽ കിട്ടണം. ഒരു 400-500 റേഞ്ചിൽ ഈ 100 ml കിട്ടിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വർത്ത് ഇറ്റ്. അതിൽ കൂടുതൽ വരുമ്പോഴത്തേക്ക് ഐ വുഡൻറ്റ് സേ ദിസ് ഈസ് വർത്ത് ഇറ്റ്. ബട്ട് ദിസ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ് പെർഫ്യൂം. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, കാരോലിന ഹെറേറയുടെ എല്ലാ ബ്രാൻഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ലെറ്റ് മീ നോ. ഐ വിൽ സേ മോർ അബൌട്ട് ഇറ്റ്. ആൻഡ് ഇവിടെ കമ്പനിയെ പറ്റി ഞാൻ പറയില്ല, പൂച്ച് എന്ന് പറഞ്ഞിട്ട്. പൂച്ച് ഓൺ ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് ഇത്, റബാൻ. പെക്കറബാൻ ആൾസോ ഓൺ ബൈ പൂച്ച്. ഓക്കെ, ദേ ആർ ദ വൺ ഓണിങ് JPG. പിന്നെ ബൈറാഡോ എന്ന് പറഞ്ഞുകൊണ്ടൊരു നീഷ് ബ്രാൻഡുണ്ട് പെർഫ്യൂമിൻ്റെ. ദാറ്റ് ഈസ് ഓൾസോ അവർ കൂടുതൽ അക്യൂർ ചെയ്യുന്നതാണ്. ആ കമ്പനിയെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറ്റി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മേ ബി സം അതർ ഡേ. ബട്ട് ഹോപ്പ്ഫുള്ളി യു മൈറ്റ് വാണ്ട് ടു ട്രൈ ദിസ് ഇഫ് യു ഗെറ്റ് ദിസ് അണ്ടർ 5000.